അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമ്മൾ പെരുന്നാളെല്ലാം കഴിഞ്ഞല്ലേ, അപ്പോൾ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫ് വെച്ചിട്ട് ബ്രെഡ് കൊണ്ടൊരു ബോൾ ഉണ്ടാക്കിയതാണ്. ആദ്യം നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നിലക്കടല ചൂടാക്കിയെടുക്കുക. അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിൽ വേണ്ടത് കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ്, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. പിന്നെ പാനിലേക്ക് എണ്ണ ഒഴിക്കുക. ഓയിലാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് അതിനൊന്ന് ഡ്രൈ ആക്കി കൊണ്ടുവരിക. ലോ ഫ്ലെയിമിൽ നല്ലൊന്ന് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവും. മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കണം. മല്ലിച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ബോളിന്. ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ബീഫ് വേവിക്കുന്ന സമയത്ത് ബീഫിലേക്ക് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വേവിക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകം അതും കൂടി ചേർത്ത് കൊടുക്കുക. ഗ്യാസ് കയറുന്നതിന് നല്ലതാണ് പെരിഞ്ജീരകം. ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടാനും പിന്നെ നമ്മൾ അതിൻ്റെ മേലയിൽ ബീഫ് വെച്ച് വെള്ളം ഒഴിക്കുമല്ലോ, അതിൻ്റെ മേലയിൽ കുറേ വെള്ളം ഒഴിക്കണമെന്നില്ല, കുറച്ച് അത് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. പിന്നെ കുക്കറിൽ നമ്മൾ ബീഫ് പിന്നെ വേവിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം പെട്ടെന്ന് തന്നെ ഒരു 3, 4, 5 വിസിലിന് വേവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ഒരു 1/2 ടീസ്പൂൺ മതി. നമ്മുടെ ബ്രെഡ് ബോളിൻ്റെ പണ്ടം റെഡിയാക്കി വെച്ച് ഇനി വേണ്ടത് ഒരു പരന്ന പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുക, അത്രയും തന്നെ വെള്ളം ഒഴിക്കുക. അത് മിക്സ് ചെയ്തിട്ട് വെക്കുക. ബ്രെഡ് എടുക്കുക, അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഈ പാലിൻ്റെ മിക്സിൽ ഇതൊന്ന് മുക്കി പീഞ്ഞെടുക്കുക. ബ്രെഡിനെ കൊല്ലണ്ട. ഇനി നമ്മൾ ആ മസാല കൈൻ്റെ അടിയിൽ വെച്ചിട്ട് പരത്തി എടുത്തിട്ട് അതിൽ ഓരോരോ കഷ്ണം ചീസ് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുക. പിന്നെ ഈ ബ്രെഡിൻ്റെ എന്താ പറയുക, ബ്രെഡിൽ പൊതിഞ്ഞെടുക്കുക, നല്ലോണം ഉരുട്ടിയെടുക്കുക. പിന്നെ ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചൊന്ന് ഇങ്ങനെ തട്ടിക്കൊടുക്കും പോലെ ഇങ്ങനെ, എന്നിട്ട് അധികം പ്രസ് ചെയ്യാണ്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് അതിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്, ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുട്ടി അതിലേക്ക് വെക്കുക. അധികം പ്രസ് ചെയ്യേണ്ട, ബ്രെഡ് മൊത്തം പൊടിഞ്ഞു പോവും. പിന്നെ പുതിയ ബ്രെഡാണെങ്കിൽ എടുത്താൽ മതി. ഇത് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത ബ്രെഡിന്, അപ്പോൾ പാലിൻ്റെ മിക്സിയിലിടുമ്പോഴേക്ക് തന്നെ പൊടിഞ്ഞു പോകുന്നു. എടുത്ത് കയ്യിലെടുക്കുമ്പോഴേക്ക് തന്നെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പം പുതിയ ബ്രെഡ് വെച്ചിട്ട് ചെയ്താൽ മതി. എന്നാൽ പിന്നെ നമ്മൾ പറയും പോലെ കേൾക്കും. നല്ല രസമുണ്ട്, സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഉപ്പൊന്നും കൂടിപ്പോറേ, മസാലയിലൊന്നും ഉപ്പ് കൂടിപ്പോയാൽ കട്ട പോകാം. ഞാൻ ചെറിയ മോനിക്ക് ഇന്ന് രാവിലെ കഴിക്കാനും സ്കൂളിൽ ലഞ്ചിനെല്ലാം ഇതന്നെയാണ് കൊടുത്തത്. അപ്പോൾ എന്നോട് പറഞ്ഞ് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാക്കി, ബ്രെഡ് ബോൾ എല്ലാവർക്കും ഇഷ്ടമാക്കി, നാളെയും കൊണ്ടുപോകാൻ പറഞ്ഞു. ഇതൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇനി അങ്ങനെ ഉപയോഗിക്കലില്ല. പിന്നെ ഞാനിതൊരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നത്. നല്ലോണം ചൂടായാലും ഒന്ന് തീ കുറച്ച് വെക്കുക. എന്നിട്ട് ഈ ബോൾ ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് പെട്ടെന്ന് ആയി കിട്ടും, ഒരുപാട് വേകാനൊന്നും ഇല്ലല്ലോ. ഒരു ഗോൾഡ് കളറാകുമ്പോൾ കാണാനും ഭംഗി അതാണ്.
ഗോൾഡ് കളറാകുമ്പോൾ അതിൽ നിന്ന് കോരി മാറ്റുക. എണ്ണ കുടിക്കുകയൊന്നുമില്ല. നമ്മൾ പിന്നെ ബ്രെഡിൻ്റെ പൊടിയിലൊന്നും അതിനെ ഉരുട്ടിയെടുക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയേക്കാളും നല്ല ചിലപ്പോൾ ഇതായിരിക്കും നല്ലത്. നല്ല രസമില്ല കാണാൻ. ഇപ്പോൾ മോന് സ്കൂളിൽ പോകാൻ റെഡിയായിരുന്ന യൂണിഫോം തുന്നി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കളറിട്ടിട്ട് തന്നെയാണ് പോകുന്നത്. മോനോട് ഞാൻ പറഞ്ഞു ഇതൊന്ന് മുറിച്ച് കാണിക്കാൻ. എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി അഭിപ്രായം പറയുക.